മാറ്റിനി പ്രേക്ഷകർക്ക് മുന്നിൽ വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തിയ ഏക ചിത്രവും മാറ്റിനിയാണ്. അനീഷ് ഉപാസനയാണ് സംവിധായകൻ. സെക്കൻഡ് ഷോയ്ക്ക് ശേഷം AOPയിൽ നിർമ്മിച്ച ചിത്രമാണ് മാറ്റിനി. മൈഥിലിയുടെ ശക്തമായ വേഷമാണ് പ്രധാന ആകർഷണം. മക്ബൂൽ സൽമാനാണ് നായകൻ. സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രമേയമാണ് അനീഷ് ഉപാസന ആദ്യ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചത്. മാറ്റിനിയുടെ സംവിധായകൻ അനീഷ് ഉപാസന, ഒപ്പം നായിക മൈഥിലി എന്നിവർ ചേരുന്നു. സ്വാഗതം ഇരുവർക്കും സകലകലയിലേക്ക്. ആദ്യം സംവിധായകനോട്, മാറ്റിനി കഴിഞ്ഞ് സെക്കൻഡ് ഷോയിൽ എത്തി നിൽക്കുന്നു. ഈ ദിവസം നൽകുന്ന സന്തോഷം എന്താണ്? നമ്മൾ ശരിക്കും യൂത്താണ് സിനിമയ്ക്ക് കയറുക എന്നാണ് ഞാൻ കരുതിയത്. നമ്മൾ പോസ്റ്ററും നമ്മൾ പബ്ലിസിറ്റി എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഫാമിലി കയറിയിട്ട് കൈയടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സിനിമയിൽ ആകെ ഫോട്ടോ എടുത്ത് മാത്രം പരിചയമുള്ള എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റി. എൻ്റെ മനസ്സിൽ കണ്ട സിനിമ ഇവിടുത്തെ മലയാളികൾ അംഗീകരിച്ചു. നല്ല സംവിധായകരെ അല്ലെങ്കിൽ പുതുമയാർന്ന വിഷയങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ ആളുകളുണ്ട് എന്നൊരു വിശ്വാസം എനിക്ക് ഇന്ന് തിയേറ്ററിൽ നിന്ന് കിട്ടി. നന്നായി റെസ്പോണ്ട് ചെയ്ത ആളുകളെല്ലാം. മൈഥിലി, ഒരു അഭിനേത്രി എന്ന നിലയിൽ മൈഥിലിക്ക് നൽകിയ അനുഭവം എന്താണ് മാറ്റിനി? മാറ്റിനി എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ക്യാരക്ടറായിരിക്കും ഇതെനിക്ക് 100% ഉറപ്പുണ്ട്. എല്ലാവർക്കും മനസ്സിലാവും മൂവി കാണുമ്പോൾ. ഇതിനോടകം തന്നെ എനിക്ക് ഫോൺ കോൾസും മെസ്സേജസും മെയിൽസും ഒക്കെ വരുന്നത് കാണുമ്പോഴും മെസ്സേജ് വായിക്കുമ്പോഴുള്ളൊരു സന്തോഷം എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ്. അനീഷ് പറഞ്ഞതുപോലെ ഫോട്ടോ എടുത്ത് മാത്രം പരിചയമുള്ള അനീഷ് ഒരു സംവിധായകനായിരിക്കുന്നു. എങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറ്റിനിയുമായി എത്തി? എൻ്റെ മനസ്സിനുള്ളിൽ ഒരു സിനിമ ചെയ്യണം, ഒരു നല്ലൊരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ത്രെഡായിട്ട് എനിക്കൊരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനുണ്ടാക്കിയൊരു ത്രെഡാണ് ഈ സിനിമയുടെ. എൻ്റെ ഫ്രണ്ട് അനിൽ നാരായണൻ, പുതിയ ആളാണ്, അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത്. വളരെ നന്നായിട്ട് എനിക്ക് ആ സബ്ജക്റ്റ് ചെയ്തു വന്നു. അങ്ങനെയാണ് ഞാൻ AOPയിൽ എത്തുന്നത്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു. ബേസിക്കലി ഞാൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. സിനിമയിലും ആഡ് ഫിലിം ഇതിലൊക്കെ ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഈസി ആയിരിക്കും, പല ആളുകളെടുത്ത് ചെല്ലുമ്പോഴും നമ്മൾ അറിയുന്നതല്ലേ എന്ന് കരുതി. പക്ഷേ ആരും എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം അവർ പറഞ്ഞു അനീഷ് നന്നായി ഫോട്ടോ എടുക്കുമായിരിക്കും, ബട്ട് ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പീരിയൻസ് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ പ്രിയദർശൻ സാറും മുതൽ ഇപ്പോൾ ആഷിഖ് കപൂർ വരെയുള്ള ആളുകളുടെ പുറകിൽ സ്റ്റിൽ ക്യാമറ ഇട്ടുന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള സത്യം ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷേ ആ ഒരു സത്യം മനസ്സിലാക്കാൻ AOPL എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. പ്രത്യേകിച്ച് വിവേക്, പ്രശാന്ത് സാറ്, ഇവരൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. അവർ കാണിച്ച ചങ്കൂറ്റാണ് ഈ സിനിമയുടെ വിജയം. മൈഥിലി, പരസ്യരംഗത്ത് പരിചിതയാണ് മൈഥിലിയും. രഞ്ജിത്തിനെ പോലെ ഒരു സംവിധായകനാണ് കൂടുതൽ പരിചിതയായ നടിയെ, മൈഥിലിയെ മലയാളിക്ക് സമ്മാനിച്ചത്. അനീഷ് ഉപാസനയുടെ സംവിധാനം എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. സാവിത്രി എന്ന ക്യാരക്ടർ എനിക്ക് ഇപ്പോഴും എൻ്റെ കുട്ടിയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ സാവിത്രിയെ കാണുന്നതും ഇപ്പോഴും കൊണ്ട് നടക്കുന്നതും. അതിൻ്റെ ആ ഒരു റിസൾട്ട് ആ മൂവിക്ക് ഉണ്ടാവും എന്തായാലും 100%. പിന്നെ എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ ഉള്ളൊരു ഗ്രൂപ്പ് വർക്കായിരുന്നു മാറ്റിനി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ ആ ഒരു റിസൾട്ട് ആ മൂവിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗാനം, മലയാളത്തിലെ ഒരു നായികയും പെട്ടെന്ന് തയ്യാറാകാൻ സാധ്യതയില്ല ഇതുപോലൊരു ഗാനരംഗത്തിൽ അഭിനയിക്കാൻ. എന്തുകൊണ്ട് തയ്യാറായി? ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, ആക്ട്രസിനേക്കാൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ക്യാരക്ടേഴ്സും ചെയ്യാനുള്ള ഒരു ധൈര്യമാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ എന്ത് ക്യാരക്ടറും ചെയ്യണം. അല്ലാതെ ഞാൻ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഇന്ന ക്യാരക്ടേഴ്സേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ ഇന്ന ക്യാരക്ടേഴ്സേ ചെയ്യത്തുള്ളൂ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്ത് തരം ക്യാരക്ടേഴ്സ് വന്നാലും അത് ചെയ്യാനുള്ള ആ ഒരു മനോധൈര്യമാണ് എല്ലാവർക്കും വേണ്ടത്. അത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റിൽസ് അനീഷ് ഉപാസന എന്ന് ഒരുപാട് പേർ മലയാളികൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇതുപോലൊരു ചിത്രത്തിലെത്തുമ്പോൾ സാങ്കേതികമായ മികവ് പ്രേക്ഷകർ പ്രതീക്ഷിക്കും. എത്രത്തോളം പൂർണ്ണത അക്കാര്യത്തിൽ നേടിയെന്നാണ് തോന്നുന്നത്? ഈ അവസരത്തിൽ കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഈ സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആളുകൾ കരുതിയത് അനീഷ് സുഭാഷിന്റെ സിനിമ വിഷ്വലി നന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത് മാത്രം പോരായിരുന്നു. വിഷ്വലി മാത്രം കണ്ടുകൊണ്ട് ഒരു സിനിമ വിജയിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു അസിസ്റ്റൻ്റാണ് പാപ്പിനു എന്ന് പറഞ്ഞ ക്യാമറമാനെ ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സമീർ താഹിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് നമുക്ക് വേണ്ട ലൈറ്റിംഗ് എന്ന് വരെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് ഫൈനൽ ചെയ്യുന്ന പാപ്പിനുമാണ്. പക്ഷേ എങ്കിൽ കൂടെ ആ ഒരു ഏരിയ ഞങ്ങൾ വളരെ സേഫ് ആക്കി. ഇങ്ങനെ മതി, സിനിമാറ്റോഗ്രാഫി ഇങ്ങനെ ആയിരിക്കണം, ലൈറ്റിംഗ് പാറ്റേൺ ഇതായിരിക്കണം, എങ്ങനെയാണ് സാവിത്രിക്ക് വേണ്ട ലൈറ്റ് എന്നൊരു തീരുമാനം എത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടന്നത്. അപ്പോൾ അതിനുശേഷം ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരിക്കലും വിഷ്വലിലേക്ക് പിന്നെ പോയിട്ടില്ല. അത് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ സബ്ജക്റ്റിലേക്കാണ് പോയത്. കാരണം എൻ്റെ സിനിമ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ ഒരിക്കലും വിഷ്വൽ കൊണ്ട് മാത്രം നന്നായി എന്നുള്ള പേര് എനിക്ക് ആവശ്യമില്ല. ആളുകൾക്ക് സാധാരണ ആളുകളാണ് വരുന്നത്. അവർക്ക് ഇപ്പോൾ ഇത് ഏത് ലെൻസിൽ ഷൂട്ട് ചെയ്തു എന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇത് ഷൂട്ട് ചെയ്തു, ഏത് ലൈറ്റ് ഉപയോഗിച്ചെന്നോ ആളുകൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നല്ല സിനിമ അവർക്ക് മിനിമം മനസ്സിലാവുകയും ചെയ്യണം. നമ്മൾ പറയുന്ന കഥ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. അതിൽ ഞാൻ വിജയിച്ചു എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അതെന്ന് എനിക്ക് തിയേറ്ററിൽ പോയപ്പോൾ ഞാൻ 2 ഷോ കണ്ടു. തിയേറ്ററിൽ ആളുകൾ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ മൈഥിലി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. മൈഥിലി, അനീഷ് പറഞ്ഞതുപോലെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ, മാറ്റിനി ഉൾപ്പെടെ ശ്രദ്ധേയമായ ചിത്രങ്ങളിലാണ് മൈഥിലിയെ സമീപകാലത്ത് പ്രേക്ഷകർ കണ്ടത്. അത്തരത്തിലുള്ള കരുത്തുള്ള വേഷങ്ങൾ തന്നെയാണ് തേടിയെത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സന്തോഷത്തിലാണോ? അതുപോലെ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. എനിക്കൊന്നും മനസ്സിലായി, നമ്മളുടെ ഒരു എന്താ പറയുക, ഡെഡിക്കേഷനാണ്. ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് കാര്യത്തിൽ നിന്നാലും അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് നല്ല മൂവീസ് വരാൻ തുടങ്ങി. അത് പോപ്പിൻസ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷമായിരുന്നു. ആ ഒരു അനുഭവത്തെ കുറിച്ച് കൂടി. അതെ, പോപ്പിൻസ് നല്ലൊരു മൂവിയായിരുന്നു. പോപ്പിൻസിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഗൗരി എന്നായിരുന്നു. വളരെ നല്ലൊരു മൂവിയാണ്. VKPയുടെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. അതും ഒരു ഡിഫറെൻറ്റ് സ്കൂളായിരുന്നു. മോർണിംഗ് വരുന്നൊരു എനർജി ഈവനിങ് വരെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ ഒരു എല്ലായിടത്തുനിന്നും കിട്ടുന്നത് നമ്മൾ പഠിക്കുക, അല്ലേ ഒബ്സർവേഷൻ. ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സായിട്ട് മാറാൻ സാധിക്കുന്നത്. അപ്പം പലയിടത്തും അല്ലേ നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെയും ഈ സ്റ്റുഡിയോയിൽ ഓരോരുത്തരും എൻ്റെ ഫ്രണ്ടിൽ ഓരോ ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിനെ ഫുൾ ഒരു ക്യാരക്ടേഴ്സായിട്ടാണ് കാണുന്നത് എല്ലാവരും. അനീഷ്, ആദ്യ ചിത്രത്തിന് മാറ്റിനി എന്നൊരു പേര്, എന്താണ് ചിത്രത്തിലൂടെ താങ്കൾ പറയാൻ ശ്രമിച്ചത്? ഇത് ഒരു ഷോ കൊണ്ട് സംഭവിച്ചു പോകുന്ന കഥയാണിത്. അതായത് എല്ലാ ആളുകൾക്കും ഇപ്പോൾ ലാൽ സാറായാലും മമ്മൂട്ടി സാറായാലും ദിലീപ് ഏട്ടനായാലും ആരായാലും ഏത് സിനിമ ഇറങ്ങിയാലും ആ ഒരു ദിവസം റിലീസാവുന്നതാണ് അവർ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നത്. അതിൽ ഒരാളുടെ വിധി എന്നുണ്ടെങ്കിൽ അവർക്ക് അത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു ഞങ്ങളെപ്പോലുള്ള ഇപ്പോൾ ലൈഫ് ചേഞ്ചസ് ഓൺ ആഫ്റ്റർനൂൺ എന്നാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. അത് വെച്ചിരിക്കുന്നത് സാവിത്രിയുടെയും നജീബിൻ്റെയും അല്ലെങ്കിൽ മൈഥിലിൻ്റെയും മക്ബൂൽ സൽമാൻ്റെയും കൂടെ ലൈഫ് തെളിയിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞങ്ങളെയും അതിൻ്റെ പുറകിലുള്ള ഞങ്ങളുള്ളത്. അതാണ് മാറ്റ്നി എന്ന് പറഞ്ഞ ഷോയിൽ ചേഞ്ചായി പോകുന്ന 2 ജീവിതങ്ങൾ. അതാണ് സാവിത്രി നജീബ്. അതുകൊണ്ടാണ് മാറ്റ്നി എന്നുള്ള പേര് ഇതിനിട്ടത്. ഒരിക്കലും സെക്കൻഡ് ഷോനെ മാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാറ്റ്നി ഇട്ടതല്ല. അത് ഈ സബ്ജക്റ്റിൽ വന്നു പോയതാണ്. മാറ്റ്നി എന്നല്ലാണ്ട് വേറൊരു പേര് ഈ സിനിമയ്ക്ക് യോജിക്കില്ല. മൈഥിലി, AOPയിലാണ് ദുൽഖർ സൽമാനെ സെക്കൻഡ് ഷോയിലൂടെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിൽ നായകനായി മക്ബൂൽ സൽമാനെ മാറ്റിയിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു പുതിയൊരു നടനൊത്തുള്ള അഭിനയം? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മക്ബൂൽ ശരിക്കും മലയാള സിനിമയ്ക്ക് എന്തായാലും 100% ഒരു സീറ്റും കൂടെ മലയാള സിനിമയിൽ ഉറപ്പിക്കാം. അത്ര നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടർ ഉൾക്കൊണ്ട് തന്നെ മക്ബൂൽ ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യം ചെയ്യുന്ന ഒരാളുടെ ഒരു എന്താ പറയുക ഇതുമില്ലാണ്ട് വളരെ ഡയറക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ട് ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അനീഷ്, അവസാനമായി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എന്നെപ്പോലെ ഇനിയും ഒരുപാട് ഡയറക്ടേഴ്സ് വരും, നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്നെ സ്വീകരിച്ച പോലെ തന്നെ ഇനിയുള്ള സംവിധായകരെയും ഇതുപോലുള്ള പുതിയ താരങ്ങളെയും സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എൻ്റെ സിനിമ നല്ലതാണ് എന്ന് എനിക്ക് എൻ്റെ കുട്ടി എപ്പോഴും വലുതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, എല്ലാവരും ഞങ്ങളെ സിനിമ കാണണം, മാറ്റിനെ വിജയിപ്പിക്കണം, തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം.